അപ്പോൾ ഇന്നൊരു തിരളിയപ്പം ഉണ്ടാക്കൽ അപാരതയാണ് കേട്ടോ. അപ്പോൾ കുറേ നാളുകൊണ്ട് തിരളിയപ്പം ഉണ്ടാക്കി കഴിക്കണമെന്ന് ഭയങ്കര കൊതിയായിരുന്നേ. നമ്മളിവിടെ തിരുവനന്തപുരം ഭാഗത്തൊക്കെ പൊങ്കാലകളിൽ ഏറ്റവും ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് തിരളി. ഇതിനെ പല നാട്ടിൽ പല പേരാണ് കേട്ടോ പറയണത്. വയനയപ്പം അങ്ങനെയൊക്കെ ഇതിനെ പറയും. എനിക്ക് ഇതിൻ്റെ കറക്റ്റ് പേരുണ്ട്. ഇവിടെ തിരളി എന്നാണ് ഇതിനെ പറയണത് കേട്ടോ. അപ്പം മെയിനായിട്ട് നമുക്ക് ഈ സാധനം കിട്ടണമെങ്കിൽ പൊങ്കാല വരണം. അല്ലാത്ത പക്ഷേ ഇതിൻ്റെ ഇല കിട്ടാൻ വലിയ പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൊല്ലത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്കും അവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് അധികം തന്നെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഒരു അപ്പം ഉണ്ടാക്കാനത് തിരളിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ആദ്യം തന്നെ ഇതിൻ്റെ എന്തൊക്കെ വേണമെന്ന് ചോദിച്ചാൽ ഇതിന് ഞാനിപ്പോൾ 1 കിലോയോളം അജ്മിയുടെ ഇടിയപ്പത്തിൻ്റെ പൊടിയും 1/2 കിലോ അജ്മിയുടെ പുട്ടുപൊടിയും എടുത്തിട്ടുണ്ട്. പിന്നെ 1 കിലോ നല്ല കറുത്ത ശർക്കരയും പിന്നെ 1 പാക്കറ്റ് ചെറിയ പാക്കറ്റിലെ ഏലക്കയും പിന്നെ 10ൻ്റെ തന്നെ 2 പാക്കറ്റിലുള്ള നമ്മുടെ നെയ്യാണ് കേട്ടോ, അതും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പാളയംതോടൻ പഴമാണ്. ഇത് പഴത്തിലാണ് കേട്ടോ കുഴച്ചെടുക്കണത്. അപ്പം 1 കിലോയ്ക്ക് ഇപ്പോൾ ഏകദേശം ഒരു 6 പഴത്തോളം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുറി തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് കുഴച്ചെടുത്ത് സെറ്റ് ചെയ്ത് അതിനിങ്ങനെ നമ്മൾ ഉരുട്ടി പിടിച്ച് അത് പൊടിഞ്ഞു പോകരുത്, ആ പരുവത്തിലാക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് ഇലയെ ഇതുപോലൊന്ന് കോട്ടിയെടുക്കണം. അപ്പോൾ ഇതിനെ വേറൊരു രീതിക്ക് ഇവിടെ പലരും ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ സൗകര്യം തോന്നിയിട്ടുള്ള ഈ കോട്ടയെടുത്ത് ഇല വയ്ക്കണേന്ന് കേട്ടോ. പിന്നെ ഒരു ഇഡലി തട്ടെടുത്ത് വെള്ളം വെച്ച് അതിൽ ആവി കയറ്റിയെടുക്കണേ. അപ്പം അടാറ് മണമാണ് കേട്ടോ, സഹിക്കാൻ പറ്റില്ല ഇതിൻ്റെ മണമെന്ന് പറഞ്ഞാൽ. അപ്പോൾ കഴിച്ചപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടായത്, മധുരമൊക്കെ പാകത്തിനായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്ന് കിട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ.